ഗൈസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷൻ ഉള്ള ഒരു വ്യക്തി, ഓക്കെ, ആ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ അവരുടെ പേര് 3 തവണ പറയുകയോ അവരുടെ പേര് കണക്ട് ചെയ്യുകയോ ചെയ്യാം. അതായത് അവരുടെ ഫോട്ടോ നോക്കോ അല്ല അവരുടെ എനർജി നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾ 2-3 പ്രാവശ്യം പറഞ്ഞ് ആ ഒരു എനർജി കണക്ട് ചെയ്തിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആവും. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ. സോ എല്ലാ സോഡിയാക് സൈൻസിനും ആർക്ക് വേണമെങ്കിലും ഇത് കാണാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ മുന്നിൽ ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആവും. ഫർദർ മോർ ഇതിലെ എല്ലാ പോയിന്റ്സും റെസൊണേറ്റ് ആവും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്സിനകത്ത് ഉണ്ടാവും. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഫർദർ മോർ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ്. വളരെ എഫക്റ്റീവ് ആണ് ക്രിസ്റ്റൽസ്. സോ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. 2-3 ക്രിസ്റ്റൽസിനെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാർണേലിയൻ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്, ബ്ലാക്ക് ടെർമലിൻ അവൈലബിൾ ആണ്. കോൺഫിഡൻസിനും പ്രൊട്ടക്ഷനും ആണ്. കാർണേലിയനും അതുപോലെ തന്നെ ബ്ലാക്ക് ടെർമലിനും ഒരുമിച്ചിടുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം അത് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും, അതോടൊപ്പം തന്നെ നമുക്ക് കോൺഫിഡൻസ് ലഭിക്കും. പുതിയൊരു കാര്യം ചെയ്യാൻ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇപ്പം പ്രമോഷൻ വേണം, സ്റ്റഡി സ്കില്ല് കൂട്ടണം ഒക്കെ എങ്കിൽ 18+ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കോംബോ ഒരുമിച്ച് ഒരു കയ്യിൽ ഇടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാർണേലിയൻ പ്ലസ് ബ്ലാക്ക് ടെർമലിൻ കോംബോ ഇടുന്നത് നല്ലതായിരിക്കും. അതായത് എന്ത് കാര്യവും ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക്, കാരണം നമ്മുടെ റൂട്ട് ചക്ര ഭയങ്കരമായി സ്റ്റേബിൾ ആക്കുന്ന 2 ബ്രേസ്ലെറ്റ്സ് ആണത്. അപ്പൊ ഒരുമിച്ചിടുമ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ ഭയങ്കര ഹൈ ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടാവും നമ്മുടെ പേരിൽ ചാർജ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഇടുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കാം. ലേറ്റ് നൈറ്റിലുള്ള പ്ലീസ് ഗൈഡൻസ് കണക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഇഷ്ടമാണ് എങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, 4 of Wands. The Wheel, Emperor, 8 of Cups, Chariot, Ace of Swords, bottom of the deck. ഈ ഒരു പേഴ്സൺ മെയിൻലി തിങ്ക് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോ ഹാപ്പി ആയിരിക്കാം, ചിലപ്പോൾ സാഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിയോഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ അതായിരുന്നു നടക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടിയിരിക്കൂ. അല്ലെങ്കിൽ ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ യെസ് ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനി. ഇപ്പൊ സങ്കടമാണ് എങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ അവസ്ഥ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണോ അത് നമ്മുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ നടക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നടക്കണം എന്ന് ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്തോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പം ജസ്റ്റിസ് ഇതിനകത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം തന്നിട്ടില്ലെങ്കിൽ, അയാൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഹി ഓർ ഷീ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ന്യായം എന്താണോ അല്ലെങ്കിൽ എവിടെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് അവിടെ നിങ്ങളെ എത്തിക്കണം എന്നൊരു എനർജിയാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എടുക്കുമ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കും ജസ്റ്റിസ് കിട്ടണം, അവർക്കും ജസ്റ്റിസ് കിട്ടണം. നിങ്ങളുടെയും അവരുടെയും ജീവിതത്തില് കൈൻഡ് ഓഫ് ഈക്വൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ സംഭവിക്കുമെന്ന് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഹി ഓർ ഷീ വിശ്വസിച്ചത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് പേടി ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ഭയങ്കര ബ്രേവ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം എന്നൊരു എനർജിയിൽ നിൽക്കുന്നു. ആ ഒരു ബ്രേവ് എനർജിയിൽ നിൽക്കുന്നു.
ഈവൻ നിങ്ങൾക്ക് ഭയങ്കരമായ അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു, നിങ്ങൾക്ക് ഇതിൽ സങ്കടം ആയിരുന്നു എങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്കും ഫെയർ ആയിട്ടുള്ള, നിങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു ചേരണം. അല്ലെങ്കിൽ എന്താണോ അവസ്ഥ, ആ അവസ്ഥ നിങ്ങളും മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വഴിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വഴിയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ശരി, ഏതാണോ നിങ്ങളുടെ വഴി, ഓക്കെ, ആ വഴി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. ആരും തന്റെ ലൈഫിൽ ബ്ലോക്ക് ആവരുത്, തന്റെ ലൈഫിൽ സ്റ്റക്ക് ആവരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ രാത്രികാലങ്ങളിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻലി ഈ പേഴ്സന്റെ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കും ഫെയർ ഉണ്ടായിരിക്കണം, അവർക്കും അവരുടെ ജീവിതത്തിൽ ഫെയർ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാലൻസ് ഉണ്ടായിരിക്കണം, ആർക്കും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവരുത്. ഇത് വിധിയാണ്, അല്ലെങ്കിൽ എനിക്ക് കഷ്ടകാലമായതുകൊണ്ട് ഇങ്ങനെ വരുള്ളൂ എന്നൊരു രീതിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ പർട്ടിക്കുലർലി ശല്യമാണെന്നോ ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയതാണോ എന്ന് അറിയില്ല, നിങ്ങളോ ഇവരോ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം അങ്ങനെ റൂഡായിട്ടുള്ള വാക്കുകൾ ദേഷ്യത്തിൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു പേഴ്സന്റെ മനസ്സിലും തലയിലും കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ അതൊക്കെ വിട്ട് മറന്നു പോയി കാണണം, പക്ഷെ ഈ ഒരു വ്യക്തി മറന്നിട്ടില്ല. അയാളുടെ ആ ഒരു തലയിൽ, ഹി ഓർ ഷി, അവരുടെ തലയിൽ ഇങ്ങനെ അതിങ്ങനെ നമ്മൾ പറഞ്ഞു പോയത് തന്നെ. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഫോണിൽ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ നീ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു എന്ന് കണ്ടിന്യൂസ്ലി ഈ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കാം. ഇല്ല, പറയുന്നില്ല എങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു കാര്യം സ്റ്റക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, മുമ്പ് സംസാരിച്ചിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനും മുമ്പ് സംസാരിച്ചിരുന്ന ആ ഒരു രീതിയൊന്നും നിങ്ങളുടെ പേഴ്സണിൽ കാണുന്നില്ല. അതുപോലെ ഇതിനു മുമ്പ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നായിരുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല, നിങ്ങൾ സങ്കടമായിരുന്നത്, നിങ്ങൾ ഒറ്റപ്പെട്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ലോൺലിനെസ്, ആ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ ഒരു കുറവിനെ ഈ വ്യക്തിക്ക് അത് എങ്ങനെ നികത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു പോയി, എന്റെ പ്രായച്ചിത്തമായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കൈൻഡ് ഓഫ് എനർജി, അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലായിരിക്കും നിങ്ങൾക്കുണ്ടായ ആ ഒരു സങ്കടം മാറുക എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് രാത്രികാലങ്ങളിൽ ഈ ഒരു പേഴ്സന്റെ റിയൽ ഇമോഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ തരണമെന്ന് ആഗ്രഹിച്ച ലവ്, റെസ്പെക്ട്, ഇതെല്ലാം നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ പല ആൾക്കാർക്കും ഇത് പുറത്തോട്ടേക്ക് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇവര് പറയുന്ന രീതിയും ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തിയും ഒക്കെ അങ്ങ് മാറിപ്പോവും. അവരെ കൊണ്ട് ആ പർട്ടിക്കുലർ സിറ്റുവേഷനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയത്തില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് രാത്രികാലങ്ങളിൽ ഇവര് നമ്മളോട് ചിലപ്പം വിളിച്ചിട്ട് അമിതമായി കരയുകയും സോറി പറയുകയും ചെയ്യും. അത് അവർക്ക് നിങ്ങളുടെ ഇമോഷൻ ഇല്ലാത്തത് കൊണ്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊരു കാർമിക് ബോണ്ടിലോ ആയതുകൊണ്ടല്ല. പക്ഷേ മേ ബി ചില ആൾക്കാർക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ അറിയത്തില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കയറി വരുമ്പം ഫ്ലോപ്പ് ആയി പോകുന്നൊക്കെ പറയില്ലേ. ചില ആൾക്കാരൊക്കെ തന്റെ ഇമോഷൻസ് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് വരെ പോകും, പിന്നെ വിവരമേ കാണില്ല. നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കും, ഇത് എന്താ സംഭവം അല്ലേ. പക്ഷേ ഈ അവരുടെ ഭാഗത്ത് ഒരു റെസ്പോൺസ്, എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റൂല, എല്ലാം കൂടി മാനേജ് ചെയ്ത എന്റെ വായിൽ നിന്ന് വല്ല വീണോ അല്ലെന്ന് എനിക്ക് പേടിയാണ്, സോ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, എന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് സമാധാനമാകുമ്പോൾ ഞാൻ വരാം. ഈ കൈൻഡ് ഓഫ് സിനാറിയോയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കുഴപ്പിച്ചേക്കാം, കൺഫ്യൂസ്ഡ് ആക്കിയേക്കാം. ഈ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തോ ഇംബാലൻസ് ഉണ്ടായെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ പേഴ്സന്റെ ഭാഗത്തു നിന്നാണോ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ എന്നറിയില്ല, പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് എനർജിയിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ ബാലൻസ് കൊണ്ടുവരാൻ, അതായത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു വേദനയെ എടുത്തു കളയാൻ. ഇപ്പൊ ആ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഇൻകംപ്ലീറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടായ ഈ കൈൻഡ് ഓഫ് അവസ്ഥയെ മാറ്റണം എന്നുള്ള കണ്ടിന്യൂസ് ചിന്താഗതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ബട്ട് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പോ നിങ്ങൾ രണ്ടും ചിലപ്പോൾ ഒരു കുടക്കീഴിലായിരിക്കില്ല, ഒരു വീട്ടിലായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ സാധിച്ചെടുക്കാൻ ഈ പേഴ്സൺ ഒത്തിരി പരിമിതീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പിൽ ഇൻ ബിറ്റ്വീൻ മേ ബി ഒത്തിരി തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരോ ആയിരിക്കാം. പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് അക്സസ് ചെയ്യാൻ എന്തൊക്കെയോ ലിമിറ്റ്സ് ഉണ്ട്, എന്തൊക്കെയോ ബൗണ്ടറീസ് ഉണ്ട്. മേ ബി വേറൊരാളെ കടന്നു വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി വേറൊരാളെയും കൂടി പ്രീതിപ്പെടുത്തണം. അവരും നിങ്ങളെ പോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഈ ഒരു ചിന്തകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇന്ന് വിചാരിച്ച് നാളെ പോയി ഇത് ചെയ്ത് ശരിയാക്കി തരാൻ പറ്റില്ല, ഇതിന് ആ പേഴ്സന് സമയം എടുക്കും. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു പോസിറ്റിവിറ്റി മനസ്സിലാവുന്നത്,
നിങ്ങളിപ്പോ വേദനിപ്പിക്കോ നിങ്ങളെ സന്തോഷിപ്പിക്കോ, പക്ഷെ ഈ പേഴ്സൺ ഡു കെയർ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ ഏറ്റവും കൂടുതൽ ഒഴിവായിട്ടുള്ള ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനും, ഈവൻ ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഥവാ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഈ പേഴ്സൺ നെഗ്ലക്ട് ചെയ്തെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ എന്തായിരുന്നു പ്രശ്നം, ഞാനാണോ ഒറിജിനലി കാരണക്കാരൻ, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇത് ചിന്തിച്ചു, പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവനോ അവളോ പറയുന്നത് ശരിയായിരിക്കാം. അപ്പം ഇതിനെ മാറ്റാൻ, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇനി എന്റെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഈ പേഴ്സണ് വിഷമം ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്താലായിരിക്കും ഇത് ശരിയാവുക എന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പല ആൾക്കാരും ഇന്നത്തെ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അങ്ങനെ ചിന്തിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കോ, പ്രശ്നം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് പോകും, അത് പൊക്കോട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ചിന്തിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനും നിങ്ങൾക്കും ജസ്റ്റിസ് വേണം, നിങ്ങൾക്കും ബാലൻസ് വേണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ആ പേഴ്സൺ തന്നെ ആയിരിക്കും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത്, എന്നാൽ പോലും ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും ഇനി തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ആശ്വാസം പകരാൻ സാധിക്കും എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതൊരു വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ എന്തോ പരീക്ഷകൾ ജയിക്കണം പോലെ, അല്ലെങ്കിൽ ഒത്തിരി ടെസ്റ്റുകൾ പാസ്സാണ്, ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ചാടി കിടക്കണം, എന്നാലേ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ പറ്റും. കണ്ടോ, ഈ ഒരു വ്യക്തി ചാടി പോവാണ്. അതായത് ഈ പേഴ്സണ് തന്റെ കാര്യങ്ങള് എടുക്കണം, അല്ല അതിന് ഈ പേഴ്സൺ ഓടിച്ചാടി ആ ഒബ്സ്റ്റക്കിൾ കടന്ന്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻസ് കടന്ന് ഓടി വരുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ ഇൻഡ്യൂഷനിൽ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ടെസ്റ്റുകൾ, ഈ കുഞ്ഞു ടെസ്റ്റുകളെല്ലാം പാസ്സായാലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ എത്തുക. ശരിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് കാർമിക് എനർജി, കാർമിക് ബോണ്ടുകൾ കൊണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ മറികടക്കണം. ഇപ്പൊ പേഴ്സണലി നിങ്ങൾക്ക് ഒരു ഒബ്സ്റ്റക്കിളും ഇല്ലെങ്കിൽ കാർമിക് കൈൻഡ് ഓഫ് എനർജിയിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കടന്നിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ആൻഡ് ഇത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ആ ഒബ്സ്റ്റക്കിൾ കടന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറുമാകുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ റെസോണേറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നു എർത്ത് സൈനും ഫയർ സൈനും ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എർത്ത് സൈനിലോ ഫയർ സൈനിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് തന്നെയാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾ ഒത്തിരി ലക്കിയാണ്. കാരണം അവർ നിങ്ങളുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏറസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, അതുപോലെ ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പോകുന്ന ഒരു അവസ്ഥയോ വന്നേക്കാം. കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ണിൽ നോക്കി പറയാനുണ്ട്, അത് സാധ്യമാവുന്നില്ല. അല്ലെങ്കിൽ മേ ബി വീഡിയോ കോൾ ആയിരിക്കും പോസിബിൾ ആവാം, ഡിസ്റ്റൻസ് കാരണം. ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് അത് കാണിക്കുന്നത്. എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൺഫസ് ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾക്ക് വെളിപ്പെടുത്താനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്യാനുണ്ട്. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനുണ്ട്. അതുപോലെ പ്രോപ്പർലി നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഇഷ്ടമുണ്ടോ, മേ ബി ഇത്ര ഡ്യൂറേഷനിൽ നിന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് വേർത്ത് ആയിരിക്കോ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൈനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മുന്നോട്ട് എടുക്കാൻ അത്രത്തോളം വേർത്ത് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന രീതിയിലൊക്കെ മേ ബി ഒരു സീരിയസ് ഡിസിഷൻ എടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ അത്രത്തോളം സീരിയസ് റിലേഷന്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളും അതിൽ ഫിറ്റ് ആണോ, നിങ്ങളും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് വൈബ്രേഷൻ തന്നെയാണോ ചിന്തിക്കുന്നത്. അത് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അപ്പൊ ഇത് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണോ ഇവരോടൊത്ത്, അതോ അല്ല ജസ്റ്റ് കൈൻഡ് ഓഫ് എ ചാറ്റിംഗ് എനർജിയിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ കൈൻഡ് ഓഫ് ക്ലാരിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ സീക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ ഈ കൈൻഡ് ഓഫ് ക്ലാരിഫിക്കേഷൻ വേണം. അതിനു വേണ്ടി എനിക്ക് തോന്നുന്നു സംടൈംസ് ഇവർ വളരെ ട്രിക്കി ആയിട്ട് നിങ്ങളുടെ സംസാരിക്കുന്നുണ്ട്. അതായത് ചോദിക്കുന്നത് വേറെന്തോ, ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ട് തന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ നിങ്ങളെ കളിപ്പിക്കാനായിരിക്കാം,
കളിപ്പിക്കാനാണ് അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞതാണെന്ന് ഈ പേഴ്സൺ പലപ്പോഴും പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ആക്ച്വലി അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ? ഇല്ല. നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് പലപ്പോഴും പലതവണ നിങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ അവർക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ ഇവർ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ബട്ട് അത് നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഒരു ക്ലാരിറ്റിയിലെത്താൻ, ഒരു ഫൈനൽ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ വർത്ത് ആണോ എന്ന് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. സ്പൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ ഒരു പരിധിവരെ ഈ പേഴ്സൺ അറിയാം. ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നുണ്ട്. നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആരുടെയൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു പേഴ്സൺ ഒരു ഹാക്കർ ആയിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഈ പേഴ്സൺ കയറി നോക്കിയിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ ഇന്ന ലൊക്കേഷനിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജ് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ മെയിലിന്റെ പാസ്വേഡ് വരെ ഒരു പേഴ്സൺ ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ എല്ലാ ആംഗിളിൽ നിന്നും ട്രസ്റ്റ് വർത്ത് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇൻഡയറക്ട്ലി ഒരു പേഴ്സൺ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കൈൻഡ് ഓഫ് എനർജി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ക്ലോസ്ലി സ്പൈ ചെയ്യുന്നുണ്ട്, ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ ഇരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു സീറ്റിൽ നിങ്ങൾ ട്രൂലി വർത്ത് ആണോ എന്നറിയാൻ ഈ പേഴ്സൺ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്ലോസ് ആയിട്ടും ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇനിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളൂ, ഇനി എന്നെ വിശ്വാസവും ഇല്ലെന്ന്. ഇന്നത്തെ കാലത്ത് മേ ബി ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് ചിലപ്പോൾ ആ പേഴ്സൺ ട്രസ്റ്റ് വർത്ത് ആയിരിക്കും, നിങ്ങളും അതുപോലെ ട്രസ്റ്റ് വർത്ത് ആയിരിക്കണം എന്നില്ല ആ ഒരു പേഴ്സൺ നോക്കുമ്പോൾ. കാരണം പല ജീവിത അനുഭവങ്ങളിലൂടെയും വന്നതായിരിക്കാം, പല ചീറ്റിങ്സും അയാൾക്ക് നേരിട്ടിട്ടുണ്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ചീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഒരു ട്രസ്റ്റ് വർത്തി എനർജി വേറൊരാളിൽ തോന്നില്ല. അത്രത്തോളം ട്രസ്റ്റ് വർത്ത് എനർജി തോന്നിയാലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സോൾ കൺഫർമേഷൻ ആഗ്രഹിക്കും. കാരണം ഇനി ഒരു ചീറ്റിംഗ് വയ്യ എന്ന് വിചാരിച്ചിട്ട്. കാരണം ചേർട്ടി തന്നെ ഒത്തിരി ആൾക്കാർ പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് ഇത് ഓക്കെ ആണോ, ഇതെന്നെ ചീറ്റ് ചെയ്യില്ലയോ എന്ന കൺഫർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു തരത്തിലുള്ള സ്പൈയിങ്ങും ഒരു തരത്തിലുള്ള അന്വേഷണവും തന്നെയാണ്. അപ്പോ അതുപോലെ നിങ്ങളുടെ പേഴ്സണും അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, നിങ്ങൾ ട്രസ്റ്റ് വർത്ത് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരുടെ മനസ്സിനോട് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലൊന്നും മറച്ചു വെക്കാതെ പ്രോപ്പറായിട്ട് ഈ ഒരു പേഴ്സണോട് സംസാരിക്കണമെന്നും ഈ പേഴ്സൺ ചോദിക്കുന്നതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ പേഴ്സൺ സംസാരിക്കുന്നതില് അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം കൊടുക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് ചെറിയ അൺസർട്ടണിറ്റി ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അവിടെ സൂം ചെയ്യാറുണ്ട്. ആ ഒരു കാര്യത്തെ പിന്നെയും റിവൈൻഡ് ചെയ്തിട്ട് അതെന്താ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നത്, അതെന്താ അവിടെ നിർത്തിയത്. ചിലപ്പോൾ ആ പേഴ്സൺ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ അടുത്ത് അത് കാണിച്ചില്ലെങ്കിലും ഈ പേഴ്സൺ പിന്നെയും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു അല്ലെങ്കിൽ അത് റീവൈൻഡ് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ് നിങ്ങൾക്കും കൂടുതലാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ പേഴ്സണും കൂടുതലാണ്. അതുപോലെ ഈ ഒരു പേഴ്സണ് വളരെയധികം പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ആണുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ വെച്ചിട്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാവണം, സക്സസ് ഉണ്ടാകണം, ഇതിന് എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കയറി വരും എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഹോപ്പ് ഈ ഒരു പേഴ്സൺ എവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള ഒരു പോയിന്റ് ഈ പേഴ്സൺ എപ്പോഴും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ ഒത്തിരി കൈൻഡ് ഓഫ് റൊമാൻറ്റിക് എനർജി ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ അങ്ങനെ റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുന്നില്ല. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട്, അതായത് കൃത്രിമമായി ഒരു കൈൻഡ് ഓഫ് എനർജിയും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനോ ഇതിൽ കളത്തരങ്ങൾ പറയാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, വാട്ട് ഈസ് റിയൽ, ഓക്കെ, അത് മാത്രം. അതായത് എങ്ങനെ ഒരാൾ ചിന്തിക്കുമെന്നോ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ സോണിൽ നിൽക്കുമെന്നോ എന്നൊന്നും ഈ പേഴ്സൺ വിചാരിക്കുന്നില്ല. താൻ എന്താണോ പച്ചയായ താൻ എന്താണോ, തനിക്ക് ദേഷ്യം വരുമോ അത് കാണിക്കും. പച്ചയായിട്ടുള്ള തന്റെ ഇമോഷൻ എന്താണോ അത് മാത്രം, ഒരു കൃത്രിമവും ഇല്ലാതെ തന്റെ ഇമോഷനും തന്റെ സ്വഭാവവും തന്റെ രീതികളും എന്താണെന്ന് വെളിപ്പെടുത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു കൃത്രിമവും ഇല്ലാതെ ഈവൻ വിത്തൗട്ട് മേക്കപ്പ് നിങ്ങളുടെ മുഖം കാണാനാണ് ഈ ഒരു പേഴ്സണ് താല്പര്യം. അല്ലെങ്കിൽ
നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ കാണാനാണ് ഈ ഒരു പേഴ്സണ് പ്രത്യേകിച്ച് ഇഷ്ടം എന്നാണ് കാണുന്നത്. കാരണം ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണമെന്ന് അവര് സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഒക്കെ മേ ബി ആ ഫസ്റ്റ് തിങ് അല്ലെങ്കിൽ ആദ്യം ആലോചിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു പരിധിവരെ നിങ്ങളാണ്. അത്രത്തോളം ഇമോഷണലി ഈ ഒരു പേഴ്സന്റെ ഹൃദയത്തിൽ നിങ്ങൾ ബൗണ്ടഡ് ആണ്. ആൻഡ് ഈ റീസെറ്റ് നൈറ്റിന്റെ എനർജി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി ഐ തിങ്ക് ഫോട്ടോഗ്രാഫ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് നിങ്ങളെ കുറിച്ച് നോക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുമായുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ ആ മെമ്മറീസിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. മേ ബി നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ്ങോ ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ കണ്ടിന്യൂസ്ലി ഒരു പേഴ്സൺ മറച്ചും തിരിച്ചും നോക്കുന്നതായിട്ടും ആ ഒരു മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇമോഷണലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോർ ചില ആൾക്കാർക്ക് എയർ സൈൻ, ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മേ ബി അവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ കൊണ്ട് തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. തിരിച്ചു വരാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല. ബട്ട് എയർ സൈനിലുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അവർ തിരിച്ചു വരാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മേ ബി അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പലതവണ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് മെയിൻലി എനിക്ക് തോന്നുന്നത് നിങ്ങൾ പുറമേ ഭയങ്കര ഇതായിട്ട് കാണിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര ഒരു ഗ്രൗണ്ടിങ് എനർജിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ മറ്റു വ്യക്തികളിൽ അവരെക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ തോന്നിയതിന്റെ റീസൺ നിങ്ങളുടെ ഇന്നസെൻസ് ആണ്. അതുപോലെ നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് എവിടേക്ക് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻലി എനിക്ക് തോന്നുന്നു വാട്ടർ സൈൻ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇന്നസെൻസിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. അവര് ചതിക്കില്ല, കള്ളത്തരം കാണിക്കില്ല എന്നൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. സോ നിങ്ങൾ വാട്ടർ സൈൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. കാരണം ഒത്തിരി നിങ്ങളുടെ ഇന്നസെൻസിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇന്നസെൻസ് കാണിക്കുന്നതാണോ അതോ ഒറിജിനൽ ഇന്നസെൻസ് ആണോ എന്ന് എനിക്കറിയില്ല, മനുഷ്യന്റെ കാര്യമാണ്. ബട്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഇന്നസെൻസിൽ വിശ്വസിക്കുന്നുണ്ട്. സോ മെയിൻലി എനിക്ക് തോന്നുന്നത് വാട്ടർ സൈൻ ഇച്ചിരി സൂക്ഷിക്കുക. വാട്ടർ സൈൻ നിങ്ങളുടെ പേഴ്സണെ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഒന്നും ചീറ്റ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി സ്കോർപ്പിയോൺസ് ഭയങ്കര സ്റ്റിങ്കി നേച്ചർ ആണ്. സോ സ്കോർപ്പിയോൺസ് നിങ്ങൾ വിചാരിക്കും അവരറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം അറിയുന്നുണ്ട്, അവർ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് എല്ലാ സോഡിയാക് സൈൻസും ഏകദേശം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. The world, the tower, the hanged man. എനിക്ക് തോന്നുന്നു ചില സിറ്റുവേഷനുകളിലൊക്കെ ഈ ഒരു പേഴ്സൺ സ്റ്റക്ക് ആണ്. പക്ഷേ ഫോർ ഫയർ എനർജി ആൻഡ് ഫോർ എയർ എനർജി സോഡിയാക് സൈൻസ് നിങ്ങൾക്ക് കൈൻഡ് ഓഫ് ഫാമിലി എനർജി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഡ്രീം ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. മെയിൻലി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വൈബ്രേഷൻ നല്ലതാക്കണമെങ്കിൽ ഹാർട്ട് ചക്രയും റൂട്ട് ചക്രയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സോളാർ പ്ലക്സസ് ചക്രയും കുറച്ച് നല്ലതാക്കണം. ഈ ഒരു 3 ചക്രാസ് വൈബ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവുമെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ ഒത്തിരി മൂവ് ഫോർവേഡ്, അതായത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് എത്ര ആൾക്കാർ റെസണേറ്റ് ആകുന്നുള്ളൂ. ബട്ട് ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഗോസിപ്പുകളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസന്റ്ലി ഈ കൈൻഡ് ഓഫ് എനർജി കുറച്ച് സ്റ്റക്കാണ്. ബട്ട് ഉടനെ തന്നെ അവർ ആ ഒരു ഗോസിപ്പ് എനർജിയിലേക്ക് എത്തും എന്നതാണ് എനിക്ക് കാണുന്നത്. ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പേഴ്സന്റെ പെർട്ടിക്കുലർ ലേറ്റ് നൈറ്റ് തോട്ട്സ് എനർജിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കോംബോ ഇടുന്ന വളരെ നല്ലതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.